നിങ്ങൾക്ക് സയൻസിലും മാത്സിലും താല്പര്യമില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല സാലറി വാങ്ങണം, അതിന് പറ്റിയ കരിയേഴ്സ് ഉണ്ടോ? അത്തരത്തിലുള്ള 5 കരിയേഴ്സിനെ സംബന്ധിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു ക്യാച്ച് ഉണ്ട്. ഇവിടെ ഈ പല കരിയേഴ്സും നമുക്ക് സയൻസും മാത്സും തീരെ വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നമുക്കറിയാം മാത്തമാറ്റിക്സ് എന്നുള്ളത് നമ്മൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ ഇത് എവിടേക്കാണ് മാത്സിൻ്റെ എലമെൻറ്റ് പക്ഷേ ലിമിറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദോസ് 5 കരിയേഴ്സ്. നമ്പർ 1 സിവിൽ സർവീസസ് ആണ്. അപ്പോൾ സിവിൽ സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UPSC എക്സാം എഴുതാൻ സാധിക്കും. സിവിൽ സർവീസിൻ്റെ പ്രത്യേകത എന്നുള്ളത് അതിൻ്റെ സാലറി എന്നുള്ളതിലപ്പുറം അത് മൂലം നിങ്ങൾക്ക് കിട്ടുന്നൊരു പവർ, സ്റ്റാറ്റസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി എന്നുള്ളതാണ് സിവിൽ സർവീസിനെ വ്യത്യസ്തമാക്കുന്നത്. സിവിൽ സർവീസ് നിങ്ങൾക്ക് ഏത് ഡിഗ്രി, ഒരു സയൻസ് ബേസ്ഡ് ഡിഗ്രി അല്ല, നിങ്ങളൊരു BCom ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ BA ആണ് എടുക്കുന്നത് എന്നെങ്കിൽ പോലും നിങ്ങൾക്ക് സിവിൽ സർവീസിന് പോകാൻ സാധിക്കും. പക്ഷെ അവിടെ മാത്സ് വേണോ? അവിടെ ചെറിയൊരു ക്യാച്ച് ഉണ്ട്. സിവിൽ സർവീസിൻ്റെ UPSC പ്രിലിംസ് എക്സാമിൻ്റെ സെക്കൻഡ് പേപ്പർ CSAT എന്തായാലും മാത്തമാറ്റിക്സ് വരും. പക്ഷേ അതിൽ 33% മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. മാത്സ് നമുക്ക് പൂർണ്ണമായി ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ പഠനശേഷം നിങ്ങൾ മാത്തമാറ്റിക്സ് കാര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഉപയോഗിക്കേണ്ടി വരില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ദ സെക്കൻഡ് കരിയർ വിത്തൗട്ട് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, നിങ്ങൾക്കൊരു കോർപ്പറേറ്റ് ലോയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാറ്റ് പോലത്തെ ഒരു എക്സാം എഴുതിയിട്ട് അല്ലെങ്കിൽ ക്ലീ പോലത്തെ ഒരു എക്സാം എഴുതിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് ലോ യൂണിവേഴ്സിറ്റി NLU, NALSAR, NUALS പോലുള്ള ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത്തരം ലോ യൂണിവേഴ്സിറ്റീസിൽ പോയി നിങ്ങൾക്ക് LLB പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസ് ആവശ്യമുണ്ടെങ്കിൽ LLM പഠിക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ല Tier 1 ഫേംസിൽ നിങ്ങൾക്കൊരു കോർപ്പറേറ്റ് ലോയർ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ എത്രത്തോളം സാലറി നിങ്ങൾക്ക് ഡ്രോ ചെയ്യാമെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഫ്രഷറായി തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പ് ലോ ഫേമിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ more than 15 lakhs per annum നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദ തേർഡ് കരിയർ, നിങ്ങളൊരു ബ്രാൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. എസ്പെഷ്യലി FMCG കമ്പനീസിൽ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, HUL പോലെയുള്ള, അതേപോലെ Procter & Gamble, ITC പോലെയുള്ള കമ്പനീസിലെല്ലാം ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റുകൾ ആവശ്യമുണ്ട്. ഇവർ ഹയർ ചെയ്യുന്നത് ജനറലി ഈ ഒരു മാർക്കറ്റിംഗ് അതേപോലെ തന്നെ ബ്രാൻഡിങ് എലമെന്റ്സ് അറിയുന്ന മേ ബി IIMs അല്ലെങ്കിൽ ISB പോലെയുള്ള ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ് സ്കൂൾസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു മാത്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മേ ബി ഒരു BA ഇംഗ്ലീഷ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BBA എടുക്കാം, അല്ലെങ്കിൽ BCom എടുക്കാം, അല്ലെങ്കിൽ BA എക്കണോമിക്സ് എടുക്കാം. ഇത്തരത്തിലുള്ള വേരിയസ് ഫീൽഡ്സിലോട്ട് നിങ്ങൾക്കൊരു UG നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ എക്സ്പെർട്ടീസ് നേടിയതിനു ശേഷം CAT വഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനേജ്മെന്റ് എക്സാംസ് വഴി ഇന്ത്യയിലെ ടോപ്പ് B സ്കൂൾസിൽ ചെന്ന് നിങ്ങൾക്ക് നല്ലൊരു MBA പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അവിടുന്ന് നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഈസിലി നിങ്ങൾക്ക് ഒരു 18 LPA per annum നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോബ് ആയിരിക്കും ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് ഫീൽഡിലോട്ട് പോവുക എന്നുള്ളത്. ഇവിടെയും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, CAT പോലത്തെ എക്സാം വരുമ്പോൾ നമുക്ക് മാത്സ് ആസച്ച് നമുക്ക് ആൾജിബ്ര, കാൽക്കുലസ് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു മാത്തമാറ്റിക്കൽ ബേസ് ഉണ്ടാവുക, അരിത്മെറ്റിക്സ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയുക, ആ ഒരു ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ ഫോർത്ത് കരിയർ ഓപ്ഷൻ, നിങ്ങളൊരു UX അല്ലെങ്കിൽ UI ഡിസൈനർ ആവുക എന്നുള്ളതാണ്. എന്താണ് UX UI ഡിസൈൻ എന്നുള്ളത്? യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇന്റർഫേസ് ഡിസൈൻ. നമ്മുടെ ആപ്പ് നമ്മൾ നോക്കുമ്പോൾ ആ ആപ്പിൽ ഓരോ ബട്ടൺസും എവിടെയാണുള്ളത്, അതിൻ്റെ യൂട്ടിലിറ്റീസ് എങ്ങനെയെല്ലാമാണ്, അതേപോലെ തന്നെ ആ ഒരു ആപ്പ് ഒരു യൂസറിന് ഇൻട്രാക്ട് ചെയ്യാവുന്ന രീതിയിൽ എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുന്ന ആളുകളാണ് UX UI ഡിസൈനേഴ്സ് എന്നുള്ളത്. ആരാണ് ഇത് ചെയ്യാറുള്ളത്? നമ്മുടെ നാട്ടിലൊരു ജനറലി ഗ്രാഫിക് ഡിസൈൻ അല്ലെങ്കിൽ നോർമൽ ഡിസൈനൊക്കെ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് BDES പ്രോഗ്രാം പഠിക്കുന്ന ആളുകളെയാണ് ഭൂരിഭാഗം കോർപ്പറേറ്റ് കമ്പനീസും അവരുടെ ആപ്സും അവരുടെ ടെക്നിക്കൽ പ്ലാറ്റ്ഫോംസും എല്ലാം ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഹയർ ചെയ്യാറുള്ളത്. എവിടെയെല്ലാമാണ് ഈ BDES പ്രോഗ്രാംസ് ഉള്ളത്? ഇപ്പോൾ NIDs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതേപോലെ തന്നെ IITസിൽ പലതിലും, IIT ഹൈദരാബാദ്, ബോംബെ, IIT ഗോഹട്ടിയിലെല്ലാം BDES ബാച്ചിലർ ഇൻ ഡിസൈൻ പ്രോഗ്രാം ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇവിടോട്ട് എത്തിപ്പെടുക? അതിന് നമ്മൾ UC അല്ലെങ്കിൽ NID DAT പോലെയുള്ള ഡിസൈൻ എക്സാംസ് എഴുതിയിട്ടാണ്. ഈ എക്സാംസ് നിങ്ങൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എഗെയിൻ ഡിസൈൻ എന്നുള്ളത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കില്ലാണ്. ആ സ്കില്ലുള്ളവരാണ് ഈ എക്സാമിൽ എക്സൽ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. നിങ്ങൾ ഇത്തരത്തിലുള്ള NID അല്ലെങ്കിൽ IITs എന്നൊക്കെ BDES പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ജോബ് അത്യാവശ്യം നല്ല സാലറിയോട് കൂടി കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. നമ്പർ 5 ചാർട്ടേഡ് അക്കൗണ്ടൻസി. CAs ഇന്ത്യയിൽ നല്ല വിലയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒപ്പിന് ആണ് വില എന്നുള്ളത് നമ്മൾ പൊതുവെ പറയാറുണ്ട്.
ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസോ കൊമേഴ്സോ ഏതെടുത്താലും നിങ്ങൾക്ക് സി എയിലോട്ട് പോകാം. പക്ഷേ സി എ എക്സാമിന്റെ പ്രൊസീജിയർ എന്നുള്ളത് അത്യാവശ്യം ടഫർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് 3 ലെവൽ ഓഫ് എക്സാംസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. എന്നാൽ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് കമ്പനീസിൽ അത്യാവശ്യം നല്ല പാക്കേജിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 8 LPA പെർ ആനം പ്ലസ് സാലറിയിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അവിടുന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് സ്വന്തമായി നിങ്ങൾക്ക് ഫേംസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സീനിയർ CS ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ സാലറീസ് ഏൺ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ മാത്സ് തീരെ വേണ്ട എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ മാത്തമാറ്റിക്സിൽ ഒരു +1 +2 സയൻസിൽ മാത്സിലൊക്കെ വരുന്ന അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഇൻ കാൽക്കുലസ് അല്ലെങ്കിൽ ആൾജിബ്ര ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ അരിത്മെറ്റിക്സ് എന്നുള്ളത് ഒരു ബേസിക് മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്നുള്ളത് CAയിലോട്ട് പോകുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ 5 കരിയേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ 5 കരിയേഴ്സും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കാണുന്നത് മാത്സ് ഇല്ലാത്ത കരിയേഴ്സ് എന്നുള്ളതാണ്. പക്ഷേ മാത്തമാറ്റിക്സിനെ പാടെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് ഇന്നത്തെ ലോകത്തൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഈവൻ ലോവർ ഏജിൽ പോലും നിങ്ങൾ ഏത് കരിയറിൽ പോകണം എന്നുണ്ടെങ്കിലും ഒരു മാത്തമാറ്റിക്സിൻ്റെ ബേസിസ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. എന്നാൽ ആ മാത്തമാറ്റിക്സ് നമ്മുടെ എല്ലാ കരിയേഴ്സിനും പ്രാക്ടീസ് ചെയ്തോളം എന്നില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം.